കലിപ്പൻ ബോസും നാടൻ പെണ്ണും. രചന രസഗുള. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ പൂനൂർ. ശ്രീദുർഗ ക്യാബിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന അമൻ അതീവ ഗൗരവത്തോടെ നോക്കിയിരുന്നു. സമയം പതുക്കെ കടന്നുപോയി. ഉച്ച കഴിഞ്ഞിരുന്നു. ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിംഗിനായി അമൻ തന്റെ കോട്ടും ധരിച്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി. ബോസ് പോയതോടെ ശ്രീ തന്റെ ക്യാബിലിന് ഒറ്റക്കായി. വയറ്റിൽ നിന്ന് വിശപ്പിന്റെ വിളി വന്നപ്പോൾ ആൾ വിചാരിച്ചു, എന്നാ പിന്നെ പതുക്കെ പോയി ലഞ്ച് കഴിച്ചേക്കാം. ശ്രീ തന്റെ ക്യാബിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളൂ. ഫ്ലോറിൽ ആ 4 ചെറുപ്പക്കാരായ പയ്യന്മാർ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ശ്രീ പുറത്തേക്ക് വന്നു. 4 പേരുടെയും കണ്ണുകൾ തിളങ്ങി. പക്ഷെ നമ്മുടെ സ്ത്രീക്ക് ഇതൊന്നും വലിയ കാര്യമേ അല്ലായിരുന്നു. അവളാന്ന് ഒട്ടും ശ്രദ്ധിക്കാതെ വളരെ കൂളായി ആ പയ്യന്മാരുടെ ഡെസ്കിന് മുന്നിലൂടെ നടന്നിയെന്ന് എന്നിട്ട് കൈവീശി. ഹായ്. ആ 4 പയ്യന്മാര് ശരിക്കും അന്തമിട്ട് പോയി. വർമ്മ ഗ്രൂപ്പ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിഇഒയുടെ ഒരു PA ഫ്ലോറിലെ സ്റ്റാഫിനോട് ഇത്രയും ഫ്രീ ആയിട്ട് വന്ന് സംസാരിക്കുന്നത്. ഇതിന് വന്ന PA പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ജാടക്കാരികളായിരുന്നു. ബോസിന്റെ റൂമിൽ നിന്നിറങ്ങിയ നേരെ സ്വന്തം ക്യാബിൽ കയറി കഥ കടിച്ചിരിക്കും. മറ്റുള്ളവരെ മനുഷ്യരായി പോലും കൂട്ടാറില്ല. അങ്ങനെയുള്ള സ്ഥലത്താണ് ഈ പുതിയ കുട്ടി വന്നൊരു മടിയുമില്ലാതെ തങ്ങളോട് ഹായ് പറയുന്നത്. അതിൽ രാഹുൽ എന്ന് പറയുന്ന പയ്യൻ വേഗം സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി. ഹലോ ശ്രീദുർഗ, ഞാൻ രാഹുൽ. ലഞ്ചിന് പോവാണോ? അതേടാ, നല്ല വിശപ്പ്. ഇവിടെ ക്യാൻറ്റീൻ എവിടെയാ? ശ്രീ ഒട്ടും ചാടിയില്ലാതെ ചോദിച്ചു. അടുത്ത സീറ്റിൽ നിന്ന് വിവേകാകിലൊപ്പം ചാടി എഴുന്നേറ്റു. ക്യാൻറ്റീൻ താഴെയാ, ഞങ്ങൾ കാണിച്ചു തരാം, നമുക്ക് ഒരുമിച്ച് പോവാം. അഖിൽ ആവേശത്തോടെ പറഞ്ഞു. ആഹാ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. വഴി അറിയാത്തതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. ശ്രീ ചിരിച്ചുകൊണ്ട് അവരോടൊപ്പം നടന്നു. ഓഫീസിലെ പുതിയ PA കുട്ടി തങ്ങളോട് ഇത്രയും പെട്ടെന്ന് കമ്പനിയായതിന്റെ സന്തോഷത്തിൽ ആ 4 പയ്യന്മാരും ചുറ്റുമുള്ള മധ്യവയസ്കരായ ചേട്ടന്മാരെ നോക്കി കോളറൊക്കെ പൊക്കി കാണിച്ച് പതുക്കെ ലിഫ്റ്റിലേക്ക് നടന്നു. ആ ഒരു 5 പേരും കൂടി ലിഫ്റ്റിന് മുന്നിലൂടെ നടന്നു. ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിയതും ആ 4 പയ്യന്മാരും വലിയ ആവേശത്തോടെ ശ്രീദുർഗക്ക് തങ്ങൾ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി. ഞാൻ രാഹുൽ, ഇത് വിവേക്, ദാ ഇപ്പുറത്തേക്ക് അഖിൽ, പിന്നെ ഇവൻ സിദ്ധാർത്ഥ്. രാഹുൽ കോളർന്ന് പൊക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രീ അവരെ നോക്കി ചിരിച്ചു. ലിഫ്റ്റ് പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വിവേക് പതുക്കെ ചരട് വലിച്ചു. അല്ല ശ്രീ, ആദ്യത്തെ ദിവസം തന്നെയല്ലേ? എങ്ങനെ തോന്നി നമ്മുടെ ഓഫീസ്? പിന്നെ നമ്മുടെ CEO അമൻ സാറിനെ കണ്ടിട്ട് എന്ത് തോന്നി? പുലിയല്ലേ? ശ്രീദുർഗ ചുണ്ടിലൊരു പരിഹാസ്യതയോടെ കൈമുഴത്തി. പിന്നെ വലിയ ഓഫീസൊക്കെ തന്നെ, പക്ഷെ നമ്മുടെ CEO ഉണ്ടല്ലോ, അയാൾക്ക് എന്താണോ ചിരിക്കാൻ അറിയില്ലേ? എപ്പോഴും ആ മസിലൊക്കെ കയറ്റി പിടിച്ച് നടക്കുക അയാള്. ഇയാൾ ആരാ? യമനോ? സത്യം പറഞ്ഞാൽ ഇയാൾക്കൊരു പോത്തിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് കാലിൽ ലുക്കായനെ. ശ്രീയുടെ ആ ലോക്കൽ കോമഡി ഡയലോഗ് കേട്ടതും രാഹുൽ, അഖിലും വിവേകും സിദ്ധാർത്ഥും കൂടി ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വർമ്മ ഗ്രൂപ്പ്സിന്റെ CEO അമൻ ദേവർമ്മയെ കുറിച്ച് ഇങ്ങനെയൊരു ഡയലോഗ് അടിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരൊറ്റ ജീവനക്കാരനും ധൈര്യം വന്നിട്ടില്ല. പയ്യന്മാര് ചിരിച്ചു മരിക്കുമ്പോൾ ശ്രീ ഭയങ്കര കൂളായി. ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റ് എന്ന ഭാഗത്തിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതേ സമയം മീറ്റിങ്ങിന് പോകാൻ വേണ്ടി തന്റെ ആഡംബരക്കാരന്റെ ബാക്ക് സീറ്റിൽ നിന്ന് അമൻ ദേവർമ്മ തന്റെ ടാബ്ലറ്റിന്റെ ലിഫ്റ്റിലെ CCTV ലൈവ് ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. തന്റെ പുതിയ PA കുട്ടിയുടെ ആദ്യ ദിവസത്തെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വെറുതെ ക്യാമറ എടുത്ത് നോക്കിയതായിരുന്നു അവൻ. സ്പീക്കറിലൂടെ ശ്രീദുർഗയുടെ ഇയാളാരാ? യമനോ? ഒരു പോത്തിന്റെ കൂടിയേ ഉള്ളൂ എന്ന ഡയലോഗ് അവന്റെ കാതിൽ കൃത്യമായി വന്ന് പതിച്ചു. പയ്യന്മാർ ചിരിക്കുന്ന സ്ക്രീനിൽ കാണുമ്പോൾ കാറിന്റെ പിൻ സീറ്റിൽ നിന്ന് അവന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ കണ്ണു ചുരുക്കി ആ സ്ക്രീനിലെ ശ്രീദുർഗയുടെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി. അവന്റെ ചുണ്ടുകളിൽ വന്യമായ ചിരി പടർന്നു. കാലൻ അല്ലേ, നീ കൊള്ളാലോ ശ്രീദുർഗ, അവൻ പതുക്കെ സ്വയം പറഞ്ഞു. ഇനി മുതൽ നിന്റെ ജീവിതത്തിലെ യഥാർത്ഥ കാലൻ ഞാൻ തന്നെ ആയിരിക്കും. കാണിച്ചു തരാം ഞാൻ. അവൻ തന്നെ ടാബ്ലറ്റ് സ്ക്രീൻ പവർ ഓഫ് ചെയ്തു. അത് പിന്നെ അവൻ ഓഫീസിലേക്ക് തിരിച്ചു വന്നതേയില്ല. ഡ്യൂട്ടി ടൈം കഴിഞ്ഞപ്പോൾ ശ്രീദുർഗ തന്നെ മേശപ്പുറത്തിരുന്ന ഡയറിയും പേനയൊക്കെ എടുത്ത് ബാഗിലിട്ട് പാക്ക് ചെയ്തു. ആൾ പതുക്കെ ക്യാബിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫ്ലോറിലെ ബാക്കി ജീവനക്കാരും തങ്ങളുടെ സിസ്റ്റമൊക്കെ ഓഫാക്കി വീട്ടിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീ തന്റെ ബാഗും തോളിലിട്ട് പതുക്കെ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു വിളി കേട്ടത്. ശ്രീദുർഗ. ആൾ പതുക്കെ തിരിഞ്ഞു നോക്കി. അതൊരു പുതിയ മുഖമായിരുന്നു. ആ ഫ്ലോറിലെ 7 പെൺകുട്ടികളിൽ ഒരാൾ. ശ്രീ ഒരു ചോദ്യഭാവത്തിൽ അവളെ നോക്കി നിന്നു. ആ കുട്ടി ചിരിച്ചുകൊണ്ട് ശ്രീയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഹായ്, ഞാൻ തനു, ഇവിടെ അക്കൗണ്ട്സിലാ. തനുവിന്റെ ആ ഫ്രണ്ട്ലി പെരുമാറ്റം കണ്ടപ്പോൾ ശ്രീ നല്ല അടിപൊളി ഒരു ചിരിവാസാക്കി. ആഹാ, ഹലോ തനു, വീട്ടിലേക്ക് പോവാണോ? അതേടും, ആദ്യ ദിവസം തന്നെ നല്ല ക്ഷീണം, റൂമിലേക്ക് വിടാന്ന് കരുതി. എന്നാ പിന്നെ വാ, നമുക്ക് ഒരുമിച്ച് പോവാം, ഞാനും ഇറങ്ങുക. തനു പറഞ്ഞു. 2 പേരും കൂടി ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് ഒന്നിച്ച് നടക്കാൻ തുടങ്ങി. ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുന്ന വഴിയിലും പിന്നീട് ഓഫീസിന് പുറത്തേക്ക് നടക്കുമ്പോഴും തനു തോരാതെ വർമ്മ ഗ്രൂപ്പ്സിനെ കുറിച്ചും അതിന്റെ മുതലാളിയെ കുറിച്ചുമുള്ള വലിയ കാര്യങ്ങൾ സ്ത്രീക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. സ്ത്രീക്കറിയോ, ഈ വലിയ സാമ്രാജ്യം മുഴുവൻ ഇപ്പൊ അമൻ സാറിന്റെ ഒറ്റ കയ്യിലാ. പുള്ളിയുടെ പേരൻസ് പണ്ട് ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു പോയതാ. അതിനുശേഷം സാറാകെ ഒറ്റപ്പെട്ടു പോയി. തനു അല്പം സങ്കടത്തോടെ പറഞ്ഞു.
അയ്യോ കഷ്ടം. ശ്രീ പതുക്കെ തലയാട്ടി. പിന്നെ സാറിന് ഇവിടെ ആകെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടാ എബി. ഈ ഓഫീസിൽ അമൻ സാറിന്റെ മേൽ പൂർണ്ണമായിട്ടുള്ള അവകാശമുള്ള ഒരേ ഒരു വ്യക്തി ആ എബി സാർ മാത്രം. പുള്ളി ഒരു ഓർഫനാ. അമൻ സാറിന് ജീവനാ പുള്ളിയെ. തനു തുടർന്നു. ശ്രീദുർഗ ഒരു പുതിയ കഥ കേൾക്കുന്ന കൗതുകത്തോടെ തനു പറയുന്ന മുഴുവൻ ശ്രദ്ധിച്ചു കേട്ടു. തനു വീണ്ടും അമന്റെ പുരാണം തുറന്നു. നമ്മുടെ CEO അമൻ സാറുണ്ടല്ലോ, പുള്ളിക്ക് എല്ലാ കാര്യത്തിലും 100% പെർഫെക്ഷൻ വേണം. ഇതിപ്പോൾ വർമ്മ ഗ്രൂപ്പ്സ് മാത്രമല്ല, സാറിന് വേറെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. കൊച്ചിയിലെ എത്രയെത്ര വലിയ പെൺകുട്ടികളാ സാറിന്റെ പുറകെ നടക്കുന്നതെന്ന് അറിയോ? പക്ഷെ സാർ ഒരൊറ്റ എണ്ണത്തിനെ പോലും തിരിഞ്ഞു നോക്കില്ല. ഭയങ്കര സ്ട്രിക്റ്റാ. താനും ഇത് പറഞ്ഞു ശ്രീദുർഗയുടെ മനസ്സ് പതുക്കെ മന്ത്രിച്ചു. എൻ്റെ അമ്മേ, ഈ മനുഷ്യന്റെ പുറകെ നടക്കാൻ മാത്രം വിവരമില്ലാത്ത പെണ്ണുങ്ങൾ ഏതാണാവോ? താനു ശ്രീയുടെ കൈമുട്ടിൽ പതുക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സാറ് കാണാൻ നല്ല ആൻസർ ലുക്കാണല്ലേ ശ്രീ? ശ്രീദുർഗ പുറത്തേക്കൊന്നും പറഞ്ഞില്ല, വെറുതെ ഒന്ന് ഇളിച്ചു കാണിച്ചു. പക്ഷെ അവളുടെ ഉള്ളമപ്പോൾ അമന്റെ കലിപ്പിൽ കോർത്തുതാ ഇങ്ങനെ ഡയലോഗ് അടിക്കുകയായിരുന്നു. ലുക്കൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യൻ ലേശം സ്വഭാവം വേണം. ചിരിക്കാൻ പോലും അറിയാത്തൊരു 1.5 കാട്ടുപൊട്ടൻ. ഭഗവാനെ, ഇയാളുടെ കൂടെയുള്ള എനിക്ക് ഈ ജോലി ചെയ്യേണ്ടി വരുന്നത്. തനുവിനോട് യാത്ര പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴും ശ്രീദുർഗ മനസ്സിൽ ഓർത്തു. അടുത്ത ദിവസം ഓഫീസിൽ ചെന്ന ഈ കാട്ടുപൊട്ടൻ ബോസ് തനിക്ക് എന്തൊക്കെ പണികളായിരിക്കും മാറ്റി വെച്ചിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് നല്ല ദൂരമുള്ളതുകൊണ്ട് കൊച്ചിയിൽ തന്നെയുള്ള വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു ശ്രീദുർഗ താമസം മാറിയിരുന്നത്. ആദ്യ ദിവസത്തെ ആ ഓട്ടപ്പാച്ചിലിനെയും ടെൻഷനെയും ക്ഷീണം കാരണം ഹോസ്റ്റലിൽ എത്തിയപാടെ ആൾ ഡ്രസ്സൊക്കെ മാറി ബെഡിലേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു. രാത്രി ഭക്ഷണം പോലും കഴിക്കാതെ ആൾ നേരെ അങ്ങ് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ ഹോസ്റ്റലിൽ അലാറടിച്ചപ്പോഴാണ് ശ്രീ ഞെട്ടി ഉണർന്ന്. അയ്യോ, ഇത് 2ാമത്തെ ദിവസം. ഇന്നുകൂടി വൈകിയ കാലിൽ എന്നെ പച്ചയ്ക്ക് തിന്നു. ആൾ വേഗം എഴുന്നേറ്റ് റെഡിയായി. ഇത്തവണ കടുനീല നിറമുള്ള ഒരു കുർത്തയായിരുന്നു വേഷം. കാതിൽ വലിയൊരു വെള്ളിക്കമ്മലും ഇട്ട് തലമുടി ഒതുക്കി കെട്ടി ആൾ വേഗം ഓഫീസിലേക്ക് വെച്ച് പിടിച്ചു. വർമ്മ ഗ്രൂപ്പ്സിന്റെ ആ വലിയ ഗ്ലാസ് കെട്ടിടത്തിന് മുമ്പിൽ എത്തുമ്പോൾ സമയം കൃത്യം 9:15. ശ്രീദുർഗ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. റിസപ്ഷനിലെ പെൺകുട്ടിയോട് തലയാട്ടി ചിരിച്ച് നേരെ ലിഫ്റ്റിലേക്ക് നടന്നു. 12ാമത്തെ നിലയിൽ ലിഫ്റ്റിൽ നിന്നും ആൾ പതുക്കെ പുറത്തിറങ്ങി. ഓഫീസിൽ അപ്പോഴേക്കും ജീവനക്കാരൊക്കെ എത്തിത്തുടങ്ങിയിരുന്നു. ശ്രീ തന്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടക്കുമ്പോൾ ദാ നിൽക്കുന്നു ആ 4 ചെറുപ്പക്കാരായ പയ്യന്മാർ. രാഹുലും വിവേകും അഖിലും സിദ്ധാർത്ഥും. അവർ വരുന്ന കണ്ടതും 4 പേരും കമ്പ്യൂട്ടറിൽ നിന്ന് തലയുയർത്തി നല്ലൊരു അടിപൊളി ചിരി പാസ്സാക്കി. ഗുഡ് മോർണിംഗ് ശ്രീദുർഗ. രാഹുൽ പതുക്കെ വിഷ് ചെയ്തു. ഗുഡ് മോർണിംഗ് ഡാ. ശ്രീ തന്റെ പതിവ് കുസൃതി ചിരിയോടെ മറുപടി നൽകി. കാതിലെ കമ്മലും കുലുക്കി ആൾ നേരെ തന്റെ സെപ്പറേറ്റ് ക്യാബിന്റെ ഉള്ളിലേക്ക് കയറി. ബാഗ് മേശപ്പുറത്ത് വെച്ച് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് അവൾ കസേരയിൽ നിന്നൊന്ന് ശ്വാസം വിട്ടതേയുള്ളൂ. പെട്ടെന്ന് തൊട്ടടുത്തുള്ള സിഇഒയുടെ വലിയ ക്യാബിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. കറുത്ത സ്യൂട്ടും ധരിച്ച് കയ്യിലൊരു ഫയലുമായി കട്ടക്കലിപ്പൻ അമൻ ദേവർമ്മ തന്റെ റൂമിലേക്ക് കയറിപ്പോകുന്നത് 1 വേ ഗ്ലാസിലൂടെ ശ്രീ കണ്ടു. ഇന്നലെ ലിഫ്റ്റിൽ വെച്ച് അവൾ തനിക്കിട്ട കാലൻ യമൻ എന്നീ വിളികളൊക്കെ ഓർത്ത് അമന്റെ മുഖത്ത് പതിവിലിരട്ടി കലിപ്പ് നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അമൻ തന്നെ കസേരയിൽ ഇരുന്നിട്ട് മേശപ്പുറത്ത് ഫോൺ എടുത്ത് ശ്രീയുടെ ക്യാബിലേക്ക് ഒരൊറ്റ ബെല്ലടിച്ചു. ശ്രീ പതുക്കെ ഫോൺ എടുത്തു. യെസ് സർ. ശ്രീദുർഗ, കം ടു മൈ ക്യാബിൻ റൈറ്റ് നൗ. ആ ശബ്ദത്തിലെ കടുപ്പം കേട്ടതും ശ്രീ പതുക്കെ വിരലുകൾ കടിച്ചു. തുടങ്ങി ഭഗവാനെ ഇന്നത്തെ പൂരം. ആൾ പതുക്കെ ഡയറിയും പേനയും എടുത്ത് അവന്റെ ക്യാബിന്റെ വാതിലേക്ക് നടന്നു. വാതിൽ പതുക്കെ മുട്ടിക്കൊണ്ടവൾ ചോദിച്ചു, സർ മേ കമിൻ? കമിൻ. അവന്റെ കടുപ്പമുള്ള ശബ്ദം കേട്ടതും ശ്രീദുർഗ പതുക്കെ വാതിൽ തളിത്തുറന്ന് അകത്തേക്ക് കയറി. അവൻ തന്നെ വലിയ കസേരയിൽ മസിലൊക്കെ പിടിച്ച് കൈകൾ കെട്ടിയിരിക്കുകയായിരുന്നു. ഇന്നലെ ടാബ്ലറ്റിൽ കണ്ട ലിഫ്റ്റ് രംഗവും ഇവൾ തനിക്കിട്ട കാലിനെന്ന പേരും അവന്റെ മനസ്സിൽ വീണ്ടും മിന്നിമറഞ്ഞു. ശ്രീ പതുക്കെ അവന്റെ ടേബിളിന് മുമ്പിൽ വന്ന് നിന്നു. തികച്ചും പേടിയൊന്നുമില്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കി. ഗുഡ് മോർണിംഗ് ശ്രീദുർഗ. ഇന്നലെ ഞാൻ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ ഓഫീസിൽ എനിക്ക് 100% പെർഫെക്ഷൻ വേണം. എന്റെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചയും ഞാൻ സഹിക്കില്ല. ഓർമ്മയുണ്ട് സർ. ശ്രീ പതുക്കെ തലയാട്ടി. അവൻ കസേരയിൽ അല്പം മുന്നോട്ട് ആഞ്ഞിരുന്നു. അവന്റെ കണ്ണുകൾ ചെറുതായി ചുരുങ്ങി. ഗുഡ്. പിന്നെ ജോലി സമയത്ത് അനാവശ്യമായി ഫ്ലോറുള്ള മറ്റുള്ളവരോട് വർത്തമാനം പറയുന്നു, ഗ്രൂപ്പ് തിരിഞ്ഞ് ചിരിക്കുന്നൊക്കെ എന്റെ ഓഫീസിൽ അനുവദിക്കില്ല. തന്റെ ജോലി എന്താണോ അത് മാത്രം നോക്കി തന്റെ ക്യാബിൽ ഇരുന്നാൽ മതി, മനസ്സിലായോ? അവനത് പറയുമ്പോൾ ശ്രീയുടെ മനസ്സ് പതുക്കെ പറഞ്ഞു, ഓഹോ, അപ്പൊ കക്ഷയത്തിൽ പെട്ടെന്ന് ചാരന്മാർ വെച്ച് ഞാൻ പയ്യന്മാരോട് സംസാരിച്ചൊക്കെ അറിഞ്ഞില്ലേ? എന്തു മനുഷ്യനാടോ ഇത്? ശ്രീ പുറത്തേക്ക് തന്നെ ആ കുസൃതിച്ചിരി ഒതുക്കി പിടിച്ചൊന്ന് തലയാട്ടി. മനസ്സിലായി സാർ, ഞാനിനി എൻ്റെ ക്യാബിൻ വിട്ട് പുറത്തിറങ്ങില്ല, ആരോടും മിണ്ടിയില്ല. സാർ പറഞ്ഞ് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചോളാം. അവൻ അവളെ ഒന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് മുന്നിലിരുന്നൊരു വലിയ ഫയൽ അവിടെ നേരെ നീക്കി. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിലുള്ള ഡാറ്റ മുഴുവൻ ക്ലിയർ ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യണം. ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും അതിലുണ്ടാവരുത്. യു ഗോട്ട് ഇറ്റ്? യെസ് സർ. ശ്രീ ആ ഫയലുമായി തിരിഞ്ഞടക്കാനായി
അപ്പോഴാണ് അമൻ പതുക്കെ തന്റെ കസേരയിൽ പുറകോട്ട് ചാരിയിരുന്ന് കലിപ്പ് നിറഞ്ഞൊരു അക്രച്ചിരിയുടെ തോളന്ന് കുലുക്കി പതുക്കെ പറഞ്ഞത്. പിന്നെ ശ്രീദുർഗ, ഈ ഓഫീസിലെ CEO ഞാൻ തന്നെയാ, അല്ലാതെ ഇവിടെ വേറെ അമ്മനോ കാലനോ ഒന്നുമില്ല. അതുകൊണ്ട് തൻ്റെ വർക്ക് കറക്റ്റായില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ ശരിക്കും അറിയും. അമൻ്റെ ആ ഡയലോഗ് കേട്ടതും ശ്രീദുർഗയുടെ കാലുകൾ തറയിൽ ഒട്ടിപ്പോയതുപോലെ നിന്നു. ആൾ വട്ടക്കണ്ണുകളോടെ പതുക്കെ തിരിഞ്ഞു നോക്കി. അമൻ അവളെ നോക്കി കണ്ണുകൾ ചെറുതാക്കിയതായിരിക്കുന്നു. ആൾ ഇന്നലെ ലിഫ്റ്റിൽ വെച്ച് പറഞ്ഞ ഓരോ വാക്കും ഇവൻ അറിഞ്ഞിരിക്കുന്നതെന്ന് സ്ത്രീക്ക് 100% ഉറപ്പായി. ആളുടെ മുഖത്ത് ആ കൂൾഭാവം ഒരു നിമിഷം കൊണ്ട് മാറി. അവൾ പതുക്കെ ഒന്ന് ഉമിനീരിറക്കി. ശിവനെ, ഇയാളത് എങ്ങനെ അറിഞ്ഞു? ലിഫ്റ്റിൽ പോലെ ക്യാമറ ഉണ്ടായിരുന്നോ? ഭഗവാനെ, പെട്ടു. ശ്രീ മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷെ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറിലായിരുന്നു. അവൾ പെട്ടെന്ന് മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, അയ്യോ സർ, സാറെന്തൊക്കെയാ പറയുന്നേ? സാറിനെ പോലെയുള്ള ഒരു പാവം CEO പോയി ആരെങ്കിലും അങ്ങനെയൊക്കെ പറയോ? സാറ് വേറൊരു പൂച്ചക്കുട്ടിയല്ലേ? ഞാവും. ശ്രീദുർഗ, കൂടുതൽ സംസാരിക്കാതെ ഫയലോട്ട് പുറത്തു പോ. അവൻ മേശപ്പുറത്ത് കൈ ചുരുട്ടി അടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി. ദാ പോയി സർ. ശ്രീ ഒരൊറ്റോട്ടത്തിന് ക്യാബിന്റെ പുറത്ത് കിടന്ന് വാതിലടച്ചു. തന്നെ നെഞ്ചിൽ കൈവച്ച് അവൾ വേഗം സ്വന്തം ക്യാബിനിലേക്ക് നടന്നു. ക്യാബിൽ കയറി കഥകടച്ച ശേഷം അവൾ വലിയൊരു ശ്വാസം വിട്ടു. എൻ്റെ കൃഷ്ണ, കക്ഷി കരിപ്പം മാത്രമല്ല, ഭയങ്കര കൗശലക്കാരനോ. ഇനിയിപ്പോൾ നോക്കി ചെയ്യിച്ചില്ലെങ്കിൽ പണി പാളും. അതേസമയം ശ്രീദുർഗ പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. 1 വേ ഗ്ലാസ്സിലൂടെ നോക്കിയെന്ന അമ്മനവർമ്മയുടെ ചുണ്ടിൽ വീണ്ടും ഒരു ചിരിവിരി. പൂച്ചക്കുട്ടിയല്ലേ, നിന്നെ ആ ശരിയാക്കി തരാണി. അവൻ സ്വയം മന്ത്രിച്ചു. ശ്രീദുർഗ തന്റെ ക്യാബിലെ കസേരയിലേക്ക് ടപ്പേന്ന് വന്നിരുന്നു. ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് നോക്കിയെങ്കിലും അവളുടെ മനസ്സിൽ അമൻ പറഞ്ഞ ഡയലോഗുകൾ തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. എൻ്റെ ഈശ്വര, ലിഫ്റ്റിൽ ക്യാമറ ഉണ്ടായിരുന്നുല്ലേ? ആ രാവിലും പിള്ളേര് ചിരിച്ചപ്പോൾ ഞാനും കൂടി ചേർന്ന് വലിയ മാസ് ഡയലോഗ് അടിച്ചതാ. ഇപ്പതേ ഇരട്ടിക്കലിപ്പ് എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ വന്നിരിക്കുന്നു. ആൾ തന്റെ കവിളിൽ പതിക്കാൻ തല്ലി. എങ്കിലും അവിടെ ആ ഫ്രീ മൈൻഡ് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. പോയാ പോട്ടെ, സത്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞു. ലേശം ചിരിക്കാൻ കൂടെ അറിയാത്ത ആ മനുഷ്യനെ കാറിന്ന് വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ആൾ പതുക്കെ ആ ഫയൽ തുറന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.